ഓക്കെ, സോ 17,499 രൂപയുടെ ഓഫർ പ്രൈസിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ് iQOO Z10R. ആക്ച്വൽ പ്രൈസ് 19,499 രൂപയാണ്. പക്ഷെ കൂടെ 2,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 2,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് ഈടാക്കാൻ പറ്റും. ആ പ്രൈസിൽ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി വെരി ഗുഡ് ഓൾറൗണ്ട് പാക്കേജ്. അതായത് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാത്ത ഒരു ഫോൺ എന്ന് പറയാൻ പറ്റും ഈ iQOO Z10R. എനിവേ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. സോ ഇതാണ് iQOO ലേറ്റസ്റ്റ് Z10R ബാക്കിലുള്ള ഡിസൈൻ. ഒരു ഓവൽ ഷേപ്ഡ് ക്യാമറ മോഡലാണ് തന്നിരിക്കുന്നത്. നോർമലി വിവോ ഫോൺസിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഡിസൈൻ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ബാക്കിൽ നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3D ഡിസൈൻ ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു 3D എഫക്ട് തരുന്ന ഡിസൈൻ ആണ്. ഫിംഗർ പ്രിന്റ് സ്മജസും അഴുക്കൊന്നും എന്റെ മേളിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നില്ല. 7.39 mm ആണ് തിക്നെസ്. അതായത് ക്വാഡ് കർവ് ഡിസ്പ്ലേയുമായി വരുന്ന ഇന്ത്യയിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ആണ് എന്നാണ് iQOO അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നല്ല സ്ലിം ഫോൺ ആണ്. ലൈറ്റ് വെയിറ്റുമാണ്. 183.5 gram ആണ് വെയിറ്റ്. സോ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. കാരണം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവായി വരുന്നതുകൊണ്ടും ഫ്രെയിമും ലേശം കർവായി ഇരിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. അത്യാവശ്യം വലിയ സൈസ് ഉള്ള ഫോണാണ്. കാരണം വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷെ കയ്യിലെടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. Aquamarine ആൻഡ് മൂൺ സ്റ്റോൺ ആണ് രണ്ട് കളർ ഓപ്ഷൻസ്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ബിൽഡിലാണ് വരുന്നത്. പിന്നെ IP68 ആൻഡ് IP69 റേറ്റിംഗുമായാണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ദാറ്റ്സ് എ വെരി ഗുഡ് റേറ്റിംഗ് ആക്ച്വലി. പിന്നെ വെറ്റ് ടച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ നനവോ അല്ലെങ്കിൽ എണ്ണമയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ മേളിലും വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. അതായത് ഫോൺ താഴെ വീണാലും സേഫ് ആയിരിക്കും. അതിന്റെ അർത്ഥം വെള്ളത്തിൽ മുക്കിയിട്ട് കളിക്കുക അല്ലെങ്കിൽ എറിഞ്ഞു കളിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, അറിയാതെ സംഭവിച്ചു പോയാൽ ഫോൺ സേഫ് ആയിരിക്കാൻ വേണ്ടിയുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഞാനിത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. സോ ബി കെയർഫുൾ. പിന്നെ ക്യാമറ മോഡ്യൂളിന് ഇവിടെയായിട്ട് റിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഓറ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓറ ലൈറ്റ് ഒന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻകമിംഗ് നോട്ടിഫിക്കേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും ദാ ഇങ്ങനെ മിന്നും. ഇതിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണെങ്കിൽ, അതായത് ലൈറ്റ് കുറവാണെങ്കിൽ ഇതിന്റെ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 6.77 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 120 Hz AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേയുടെ മേളിൽ നിന്നും താഴെ നിന്നും ലെഫ്റ്റ് റൈറ്റ് എല്ലാ ദിശയിൽ നിന്ന് കർവായി വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ യു വിൽ ലൈക്ക് ദിസ് ഡിസ്പ്ലേ. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നല്ല കളർ കാലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. HDR10+ വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. അത് യൂട്യൂബിൽ മാത്രമല്ല, ഈ പ്രൈസിൽ ഈവൻ നെറ്റ്ഫ്ലിക്സിലും iQOO HDR സപ്പോർട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി വെരി നൈസ്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ബെസൽസ് നല്ല സ്ലിം ആയിട്ട് തോന്നും. ഷോർട്ട് ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. പ്രത്യേകിച്ചും ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പുറത്ത് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കുന്ന 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ആണെങ്കിലും SGS ലോ ബ്ലൂ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇതെല്ലാം ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കൂടെ വരുന്നുണ്ട്. ആൻഡ് യെസ്, ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, പ്രത്യേകിച്ചും ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ അറിയാലോ, പതുക്കെ പതുക്കെ പല ബ്രാൻഡുകൾ ഈവൻ 25,000 താഴെയും സ്റ്റീരിയോ സ്പീക്കേഴ്സിന് പകരം മോണോ സ്പീക്കർ ആണ് തരുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവിടെയും iQOO കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. MediaTekന്റെ ലേറ്റസ്റ്റ് Dimensity 7400 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഓൾമോസ്റ്റ് 7 lakhന്റെ AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ്സ് എ വെരി വെരി ഗുഡ് സ്കോർ. ഈവൻ സ്റ്റെബിലിറ്റി നല്ലതാണ്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സ്കോർ ആണ് കിട്ടിയത്. നല്ല പച്ച ഗ്രാഫ് ആണ് വരുന്നത്. Dimensity 7300 ചിപ്സെറ്റ് ഓർമ്മയുണ്ടല്ലോ, ഒരുപാട് ഫോൺസിൽ വന്നൊരു ചിപ്സെറ്റ് ആണ്. നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആയിരുന്നു. അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് ഈ Dimensity 7400 ചിപ്സെറ്റ്. ഇതും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന ചിപ്സെറ്റ് അല്ല ആക്ച്വലി. ഞാൻ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഹീറ്റിംഗ് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. BGMIയിൽ 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CODയിൽ 90 FPS ഗെയിം പ്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പ്രത്യേകിച്ചും BGMIയിൽ 60 FPS നല്ല സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ അറിയാലോ, 20,000 റുപ്പീസിന്റെ താഴെയുള്ള പ്രൈസ് റേഞ്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. സോ ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ iQOO Z10R പ്രിഫർ ചെയ്യാം. പിന്നെ ഇതിന്റെ ഗെയിം മോഡിൽ കയറി നോക്കുമ്പോൾ അവിടെ നമുക്ക് ഗെയിം ഐ പ്രൊട്ടക്ഷന്റെ ഫീച്ചർ, പിന്നെ ഗെയിം സൗണ്ട് എൻഹാൻസ്മെന്റ് ഉണ്ട്. അതായത് ഈ BGMIയിലേക്ക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് ചേഞ്ചറുടെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ സൈസ് ഉള്ള കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള FunTouchOS 15 ആണ് വരുന്നത്. 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് iQOO ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ബബിൾ ഷൂട്ടർ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ FunTouchOSൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൈലന്റ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും, ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാം, ആപ്പ് ക്ലോൺ,
ആപ്പ് ലോക്ക്, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യമുണ്ട്. സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചർ ഉണ്ട്, ഗൂഗിൾ ജെമിനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് തരുന്ന AI നോട്ട് എക്സിസ്റ്റ് ഫീച്ചർ, നമ്മുടെ വോയിസ് ടെക്സ്റ്റിലേക്ക് മാറ്റി തരുന്ന AI ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ സ്ക്രീനിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗാലറിയിൽ നോക്കുകയാണെങ്കിൽ AI ഫോട്ടോ എൻഹാൻസ്, ഓബ്ജക്ട്സ് എടുത്ത് മാറ്റി തരുന്ന AI ഇറേസ് 2.0, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഈ പ്രൈസിലും iQOO ഫോണിൽ തന്നിട്ടുണ്ട്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.4 ഉണ്ട്. പിന്നെ അത്യാവശ്യം 5G ബാൻഡ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ VoNR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഇനീഷ്യൽ യൂസിൽ 5G കണക്ടിവിറ്റി ആണെങ്കിലും ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും നെറ്റ്വർക്ക് റിസപ്ഷൻ ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ പക്കയായിരുന്നു. പിന്നെ ഹാപ്റ്റിക്സ് നോർമൽ ജിങ് വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. 5700 mAh ഒരു M1 ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, മോഡറേറ്റ് ആൻഡ് ഈവൻ ഹെവി യൂസ് ആണെങ്കിലും ഈസിലി നിങ്ങൾക്ക് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത്യാവശ്യം ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഗെയിമിംഗ് ഒക്കെ ചെയ്താലും നോ പ്രോബ്ലം 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജർ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഈവൻ ബൈപാസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചറും ഇതിന്റെ ഗെയിം മോഡിൽ വരുന്നുണ്ട്. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറ 2 മെഗാപിക്സൽ ഡെപ്ത് ആണ്. സോ നമ്മൾ ഈ മെയിൻ ക്യാമറ വെച്ച് വേണം എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ. ഞാൻ കുറേ സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡോർ, ഔട്ട്ഡോർ, ഇരുട്ടിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എല്ലാ കണ്ടീഷൻസിലും ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ, അതായത് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസ്, നല്ല കളേഴ്സ് ഉള്ള, അതായത് ഒരു iQOO വിവോയുടെ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിംഗുമായി വരുന്ന ഫോട്ടോസ് ആണ് കിട്ടുന്നത്. 1x, 1.5x ആൻഡ് 2x സൂമിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ സ്കിൻ ടോൺ ലേശം ഓവർ പ്രോസസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ചില ഫോട്ടോസിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിന്റെ പ്രോസസ്സിംഗിൽ. സോ iQOO തീർച്ചയായിട്ടും അപ്ഡേറ്റ് വഴി ഈ ഒരു ഇഷ്യൂ കറക്റ്റ് ചെയ്യണം. സോളോ സെൽഫി ആണെങ്കിലും ഈവൻ ഗ്രൂപ്പ് സെൽഫീസ് ആണെങ്കിലും ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല സ്കിൻ ടോൺ ഉണ്ട്. ഈവൻ പോർട്രേറ്റ് സെൽഫീസിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കാര്യങ്ങൾ, നമ്മുടെ ഫേസിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് അത്യാവശ്യം ക്ലിയർ ആണ്, നല്ലോണം എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഫേസിന്. പിന്നെ നൈറ്റ് മോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20,000 rupeesന്റെ താഴെ വരുന്ന ഫോണാണ്. അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നൈറ്റ് പെർഫോമൻസ് ഓക്കെ ആണ്. പിന്നെ ഈ ഫോണിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. 4K വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന 4K സാമ്പിൾസ് കാണാം. നല്ല ഔട്ട്പുട്ട് ആണ്. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഫോണിന്റെ പ്രൈസ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഫീഡ്ബാക്ക് തരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ iQOO Z10R സെൽഫി ക്യാമറ. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 4K 30 FPS വീഡിയോ. നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ, എൻ്റെ ഫേസിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫേസൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. ഇപ്പം നല്ല വിൻഡ് നോയ്സ് ഉണ്ട്. സോ ആ നോയ്സ് ചിലപ്പോൾ കയറി വരുന്നുണ്ടായിരിക്കും. ഓക്കെ, നല്ല കാറ്റ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ 4K 30 FPS. 4K 30 FPS നിങ്ങൾക്ക് അത് കിട്ടൂല, സ്റ്റെബിലേഷൻ കിട്ടൂല. ചെറിയ സ്റ്റെബിലേഷൻ ഉണ്ട്, പക്ഷേ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ അത്യാവശ്യം കുലുക്കൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ സ്റ്റേബിൾ വേണമെങ്കിൽ നമുക്ക് മറ്റേ സ്റ്റഡി ഫേസ് ഫീച്ചർ ഓൺ ചെയ്യേണ്ടി വരും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ആ ഒരു സ്റ്റഡി ഫേസ് ഫീച്ചർ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കംപ്ലീറ്റ്ലി സ്റ്റഡി അല്ല, പക്ഷേ 4K വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ സംഭവമാണ് ഇവിടെ കിട്ടുന്നത് 4K ആയിട്ട് കമ്പയർ ചെയ്യും. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 17,499 രൂപ. പ്രൈസും ഓഫേഴ്സും സെയിൽ ഡേറ്റും എല്ലാം ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.